ഹോർമൂസിൽ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസിൽ 2 UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഒമാൻ തീരം വഴി ഹോർമൂസ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച UAEയുടെ മംബസ, അൽ ബഹിയ എന്നീ എണ്ണ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ക്രൂയിസ് മിസൈൽ പതിച്ച് കപ്പലുകൾക്ക് തീപിടിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കൊല്ലവും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലായി ഒഴിവുള്ള 35 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് ഓണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. 17 ജനറൽ, 11 വനിതാ ജനറൽ, 6 പട്ടികജാതി, 1 പട്ടികവർഗ വനിത എന്നിങ്ങനെയാണ് ഡിസംബറിലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം റിപ്പോർട്ട് ചെയ്ത ഈ ഒഴിവുകൾ. 6 മാസത്തിൽ കൂടുതൽ ഒഴിവുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് വ്യവസ്ഥ. ഈ വർഷത്തെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 3ാം ഭാഷ ഉണ്ടാകില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് CBSE. സ്കൂൾ തലത്തിലെ ഇന്റേണലുകൾ പരീക്ഷകൾക്ക് ശേഷം നടപ്പിലാക്കും. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ 3ാം ഭാഷ പരീക്ഷ ഉണ്ടാകുമെന്നും CBSE വ്യക്തമാക്കി. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതനാണ് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. മേയർ VV രാജേഷാണ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. സ്കൂളുകളിലും കോളേജുകളിലും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലാണ് നിലപാട് അറിയിച്ചത്. കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന പ്രകാരം സ്കൂളുകളിലും കോളേജുകളിലും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കും. കോടതി അനുമതി ലഭിച്ചാൽ ഉടൻ നടപ്പിലാക്കുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയിൽ ഭരണസമിതിയായ സിൻഡിക്കേറ്റിനെ പൂർണ്ണമായി മറികടന്ന് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഇടപെടൽ. സർവകലാശാലയിലെ വിവിധ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമനത്തിനായി സിൻഡിക്കേറ്റ് സമർപ്പിച്ച ഔദ്യോഗിക പട്ടിക വെട്ടിത്തിരുത്തിയാണ് ചാൻസലർ പുതിയ നിയമങ്ങൾക്ക് അനുമതി നൽകിയത്. പുതുതായി പുനഃസംഘടിപ്പിച്ച 59 ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമന ഉത്തരവ് സർവകലാശാല രജിസ്ട്രാർ പുറത്തിറക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണവുമായി ദമ്പതികൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ റിഫ്നാസ് ഹമീദ് മുഹമ്മദ് ഷെരീഫ്, ഭാര്യ ജനോഫർ ഖാദർ BV ഉമർ ഫറൂഖ് എന്നിവരാണ് പിടിയിലായത്. ജൂലൈ 13-ന് അബുദാബിയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇരുവരും എത്തിയത്. കസ്റ്റംസ് പരിശോധനയിൽ ഇവർ ധരിച്ചിരുന്ന പാന്റിന്റെ അരക്കെട്ടിൽ തുന്നിച്ചേർത്ത നിലയിൽ മിശ്രിത രൂപത്തിലുള്ള സ്വർണം കണ്ടെത്തുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ പടരുന്നതിനിടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് സൈനിക നീക്കങ്ങളും ശക്തമായ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതോടെ ആഗോള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാവുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടതോടെ INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ വീണ്ടും നിരുപാധിക മാപ്പപേക്ഷയുമായി വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി K. ബിജു IAS. കോടതിയലക്ഷ്യ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ സമർപ്പിച്ച മുൻ സത്യവാങ്മൂലത്തിലെ വിവാദ പരാമർശങ്ങൾ തിരുത്തിയാണ് അദ്ദേഹം പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത്. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്ത് ഇന്നും വൈകിട്ടത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപയോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും KEB അറിയിച്ചു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.